ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാ സുവിശേഷം 14-15 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നാം ഇവിടെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഈ വചനങ്ങൾ നമുക്ക് വളരെയധികം പരിചിതമാണ്. ഒരു പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ നമുക്കിത് പെട്ടെന്ന് ഹൃദിസ്ഥമാക്കാവുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യേശു മഹോദര രോഗിയെ സുഖപ്പെടുത്തിയത് ആരുടെ വീട്ടിൽ വെച്ച്? ഉത്തരം, ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ച്. ചോദ്യം 2, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദീയമാണോ എന്ന് ചോദിച്ചത് ആരോട്? ഉത്തരം, നിയമജ്ഞരോടും ഫരിസേയരോടും. മൂന്നാമത്തെ ചോദ്യം, വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ ഇരിക്കണമെന്നാണ് യേശു പറയുന്നത്? അവസാനത്തെ സ്ഥാനത്ത് എന്നതാണ് ഉത്തരം. 4, നീ സദ്യ നടത്തുമ്പോൾ ആരെ വിളിക്കരുതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, സ്നേഹിതർ, സഹോദരർ, ബന്ധുക്കൾ, ധനികരായ അയൽക്കാർ എന്നിവരെ വിളിക്കരുതെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, നീ സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെ ക്ഷണിക്കണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ വിളിക്കണമെന്ന്. ആറാമത്തെ ചോദ്യം, വിരുന്നിൻ്റെ ഉപമയിൽ ആദ്യം ഒഴിവ് പറയുന്നത് ആരാണ്? ഉത്തരം, വയൽ വാങ്ങിയ ആൾ. ഏഴാമത്തെ ചോദ്യം, വിരുന്നിൻ്റെ ഉപമയിൽ രണ്ടാമൻ പറഞ്ഞ ഒഴിവെന്ത്? ഉത്തരം, 5 ജോഡി കാളയെ വാങ്ങി അവയെ പരീക്ഷിക്കാൻ പോകുന്നു. ചോദ്യം 8, വിരുന്നിൻ്റെ ഉപമയിൽ മൂന്നാമൻ പറഞ്ഞ ഒഴിവെന്ത്? എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, എനിക്ക് വരാൻ കഴിയില്ല. ഒൻപതാമത്തെ ചോദ്യം, വിരുന്നിൻ്റെ ഉപമയിൽ യജമാനൻ ദാസനോട് പറയുന്നത് ആരെയെല്ലാം കൂട്ടിക്കൊണ്ടു വരാനാണ്? ഉത്തരം, ദരിദ്രരെ, വികലാംഗരെ, മുടന്തരെ, കുരുടരെ. ചോദ്യം 10, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ആരെന്നാണ് അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നവൻ പറഞ്ഞത്? ഉത്തരം, ഭാഗ്യവാൻ. ചോദ്യം 11, യേശു അതിഥിക്കും ആതിഥേയനും ഉപദേശം നൽകിയത് എപ്പോഴാണ്? ഉത്തരം, ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ. ചോദ്യം 12, സ്വന്തം ഡേഷ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉത്തരം, കുരിശ്. 13, ഡേഷ് പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട തുക തനിക്കുണ്ടോ എന്ന് കണക്ക് കൂട്ടി നോക്കണം. ഗോപുരം എന്നതാണ് ഉത്തരം. 14, ഡേഷ് നല്ലത് തന്നെ, എന്നാൽ ഉറകെട്ട് പോയാൽ അതിന് എങ്ങനെ ഉറ കൂടും? ഉത്തരം, ഉപ്പ്. 15, മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല, എന്ത്? ഉത്തരം, ഉറകെട്ടുപോയ ഉപ്പ്. 16, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ഡേഷ് ആവുക സാധ്യമല്ല, ശിഷ്യൻ എന്നതാണ് ഉത്തരം. 17, ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നവർ ആരൊക്കെ? ചുങ്കക്കാരും പാപികളും ആണ് ഉത്തരം. 18, ചുങ്കക്കാരും പാപികളും യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പിറുപിറുത്തവർ ആര്? ഉത്തരം, ഫരിസേയരും നിയമജ്ഞരും. ചോദ്യം 19, എന്ത് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, അനുതാപം എന്നാണ്. 20-ാമത്തെ ചോദ്യം, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ എന്തുണ്ടാകുമെന്നാണ് യേശു പറയുന്നത്? സന്തോഷം എന്നതാണ് ഉത്തരം. 21, അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് എവിടെ സന്തോഷമുണ്ടാകുമെന്നാണ് യേശു പറയുന്നത്? സ്വർഗത്തിൽ എന്നതാണ് ഉത്തരം. 22, അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ആരുടെ ഇടയിലാണ് സന്തോഷമുണ്ടാകുന്നത്? ഉത്തരം, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ. 23, ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എത്ര പുത്രന്മാരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം, 2. അടുത്ത ചോദ്യം, എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് പിതാവിനോട് പറഞ്ഞത് ആര്? ഉത്തരം, ഇളയ പുത്രൻ എന്നതാണ്. ധൂർത്തപുത്രൻ താൻ ആരുടെയെല്ലാം മുമ്പിലാണ് പാപം ചെയ്തു എന്നു പറയുന്നത്?
ഉത്തരം സ്വർഗത്തിൻ്റെയും പിതാവിൻ്റെയും മുൻപിൽ. അവസാന ചോദ്യം, ധൂർത്തപുത്രൻ തന്നെ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് പിതാവിനോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം ദാസരിൽ ഒരുവനായി സ്വീകരിക്കുന്നതാണ് പിതാവിനോട് ആവശ്യപ്പെടുന്നത്.